ഹർഷാദ്, രഘു, മൈഷാദ്, ദിലീപ് ഇവരാണ് ഒരിക്കലും പ്രതിയെ പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച കേസിൽ വഴിത്തിരിവ് ഉണ്ടാക്കിയവർ. ഒപ്പം കസബ ഇൻസ്പെക്ടർ അമൃതരംഗൻ്റെ ഏകോപനവും. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെടുന്നത് ഫെബ്രുവരി 23-ന്. ആ കേസിലെ പ്രതിയാണിത് സുമൻ മാഞ്ചി. ഫെബ്രുവരി ആദ്യവാരമാണ് ബംഗാളിൽ നിന്നും സുഹൃത്തു വഴി സുമൻ കഞ്ചിക്കോട് എത്തുന്നത്. IITയിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ലഭിച്ചെങ്കിലും പറഞ്ഞ ശമ്പളം ലഭിച്ചില്ല. നല്ലൊരു മദ്യപാനിയായ സുമന് ശമ്പളം ലഭിക്കുന്നത് തന്നെ കുടിക്കാൻ തികയില്ല. വളരെ അരാജകത്വം നിറഞ്ഞ ജീവിതം. 10-ാം ദിവസം നാട്ടിലേക്ക് തിരികെ പോകുന്നതിനായി കയ്യിലുണ്ടായിരുന്ന ഫോൺ 500 രൂപയ്ക്ക് സുഹൃത്തിന് പണയം വെച്ചു. ആ പണവും കുടിച്ചു തീർത്തു. ഒടുവിൽ സുമൻ തീരുമാനിച്ചു. സംഭവ ദിവസം ഉച്ച കഴിഞ്ഞ് പണിസ്ഥലത്ത് നിന്നും മുങ്ങിയ സുമൻ കെട്ടിടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. രാത്രി 7:30 തമിഴ്നാട് സേലം സ്വദേശിനിയായ പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ട സുമൻ കയ്യിൽ കരുതിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പിറകിൽ നിന്നും അടിക്കുകയായിരുന്നു. ആരോ ഓടി വരുന്ന ശബ്ദം കേട്ട് പെൺകുട്ടി തിരിഞ്ഞു നോക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ സുമൻ മാഞ്ചിയുടെ അടി തലയ്ക്ക് പിന്നിലായേനെ. അടിയേറ്റ പെൺകുട്ടി 40 കിലോ മാത്രമുള്ള സുമൻ മാഞ്ചിയെ ചവിട്ടി വീഴ്ത്തി. ഈ സമയം ക്യാമ്പസിലേക്ക് ഭക്ഷണവുമായി എത്തിയ ഡെലിവറി ബോയ് വരുന്ന സ്കൂട്ടറിൻ്റെ വെളിച്ചം കണ്ട സുമൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന് ശേഷം IIT ക്യാമ്പസിന് അകത്തുള്ള മലയുടെ മുകളിൽ ആ രാത്രി മുഴുവനും കഴിഞ്ഞു. വന്യമൃഗങ്ങൾ ഏറെയുള്ള കാട്ടിലാണ് ഒരു രാത്രി കഴിഞ്ഞത്. നാട്ടിലേക്ക് പോകാൻ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്. ഹെഡ്ഫോണിൽ പാട്ട് കേട്ട തനിച്ച് നടന്നു വരികയായിരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ കണ്ടിട്ട് പേഴ്സ് ആണെന്ന് കരുതിയാണ് സുമൻ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെയോളം മലയിൽ നിന്നും ഇറങ്ങിയ മാഞ്ചി താമസ സ്ഥലത്തെത്തി വസ്ത്രം മാറി IITയുടെ മതിൽ ചാടിക്കടന്ന റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്നും ട്രെയിനിൽ കയറി പോവുകയുമായിരുന്നു. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെയാണ് യാത്ര ചെയ്തത്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ ഭക്ഷണം വാങ്ങി നൽകി. പെൺകുട്ടി ആക്രമിച്ച വിവരമറിഞ്ഞ കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. IIT ക്യാമ്പസിൽ ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകൾ ഒന്നുമില്ലാതിരുന്നത് പ്രതിസന്ധിയായി. 2200 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്നും തലേന്നുമായി ലേബർ ക്യാമ്പിൽ നിന്നും മടങ്ങിയ ആളുകളുടെ വിവരങ്ങൾ പോലീസ് ആദ്യം ശേഖരിച്ചു. ഇതിൽ പലരും മടങ്ങി വന്നെങ്കിലും 5 പേർ മാത്രം മടങ്ങി വന്നില്ല. ഒരാൾ മലയാളിയായിരുന്നു. 4 പേരെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ സൂചനകൾ ഒന്നും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് കൊൽക്കത്തയ്ക്ക് വണ്ടി കയറി. കൊൽക്കത്തയിൽ നിന്നും 80 കിലോമീറ്റർ അകലെ മോഗ്ര ജില്ലയിൽ സുമൻ മാഞ്ചിയുടെ വീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സുമൻ മാഞ്ചിയെ ചോദ്യം ചെയ്തെങ്കിലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരംഭത്തിൽ ഉറപ്പിച്ച് പറയുകയായിരുന്നു. എന്നാൽ ശാസ്ത്രീയ അന്വേഷണവും തെളിവുകളും പോലീസ് നിരത്തിയതോടെ അരമണിക്കൂർ കഴിഞ്ഞതോടെ സുമൻ മാഞ്ചി കുറ്റം ഏറ്റുപറയുകയായിരുന്നു. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്തതെന്നും എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തണമെന്ന ലക്ഷ്യവുമായിരുന്നു എന്നും സുമൻ പോലീസിനോട് പറഞ്ഞു. ഒപ്പം മറ്റൊരു കാര്യവും, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ കാല് പിടിച്ച് തനിക്ക് മാപ്പ് പറയണമെന്നും. തുടർന്ന് പോലീസ് മാഞ്ചിയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ക്യാമ്പസിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള അതിഥി തൊഴിലാളിയാണ് ഈ പണി ചെയ്തത്. IIT ക്യാമ്പസിനുള്ളിൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്നു എന്നതിന് തെളിവാണ് സുമൻ മാഞ്ചി.